ഹായ് ഓൾ, മൈസെൽഫ് ശ്യാമ എം എൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മോഡ്യൂൾ 3 ലെക്ചർ 3 ആണ്. ഡിസാസ്റ്റർ റെസ്പോൺസ്, ആക്ഷൻസ് ഇൻവോൾവ്. Disaster response include actions that embrace the following: search and rescue, first aid and emergency medical care, evacuation center management, development of standard operation procedure, immediate repair of community facilities and service, relief delivery, coordination and communication, psychosocial counseling and stress debriefing, medical services. Search and rescue. This activity is usually conducted by well-trained volunteers in finding disaster victims, that is, lost, sick or injured persons in either a remote or difficult to access areas such as water bodies, desert, forest or probably in the course of mass population movement. അപ്പോൾ നമുക്ക് ചെന്ന് എത്തിപ്പെടാൻ പാടായിട്ടുള്ള സ്ഥലങ്ങളെന്ന് വെച്ചാൽ വാട്ടർ ബോഡീസ്, ഡിസേർട്ട്, ഫോറസ്റ്റ്, ഇവിടെയെല്ലാം ഉള്ള ഡിസാസ്റ്റർ വിക്ടിംസ്, അതായത് വയ്യാത്ത ആളുകളും പിന്നെ പരിക്കേറ്റവരുമായിട്ടുള്ള വ്യക്തികളെ കണ്ടുപിടിക്കാനായിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. They are often directed locating endangered persons at emergency incident, removing those persons from danger, treating the injured and providing for transport to an appropriate health care facility. അപ്പോൾ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ലൊക്കേറ്റ് ചെയ്യുകയും അവരെ ഡേഞ്ചറിൽ നിന്ന് റിമൂവ് ചെയ്യുകയും പരിക്കേറ്റവരായിട്ടുള്ള വ്യക്തികളെ ശുശ്രൂഷിക്കുകയും അതേപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോട്ട് അവരെ പെട്ടെന്ന് തന്നെ മാറ്റുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവിടെ ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ബേസിക് കീ സ്റ്റെപ്സ് ഓഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. First one, size up. Involves assessing the situation and determining what one is going to do and if yes, then how. ഇവിടെ എന്ന് വെച്ചാൽ നമ്മളുടെ സിറ്റുവേഷൻ വിലയിരുത്തുകയും അതുപോലെ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമൈൻ ചെയ്യുകയും വേണം. ദ ഡിസിഷൻ വെദർ ടു അറ്റംപ്റ്റ് എ റെസ്ക്യൂ ഷുഡ് ബി ബേസ്ഡ് ഓൺ. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തണമോ വേണ്ടയോ എന്നുള്ളത് താഴെ പറയുന്നവയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ദ റിസ്ക് ഇൻവോൾവ്, അവിടെ ഏർപ്പെട്ടിട്ടുള്ള റിസ്ക്കും അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഓവറോൾ ഗോൾ ഓഫ് ഡൂയിങ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, നല്ലത് ചെയ്യുന്നത് കൊണ്ട് എത്ര പേർക്ക് നല്ലത് ലഭിക്കുന്നു. സെർച്ച് ഇൻവോൾവ്സ് ലൊക്കേറ്റിംഗ് വിക്ടിംസ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദർ ലൊക്കേഷൻസ്. അപ്പോൾ നമ്മളുടെ വിക്ടിംസിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യണം. റിസ്ക് ഇൻവോൾവ്സ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്സ്ട്രിക്കേറ്റിംഗ് ആൻഡ് മൂവിങ് വിക്ടിംസ് ടു സേഫ്റ്റി. അപ്പോൾ നമ്മളുടെ ഡിസാസ്റ്റർ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ അവരെ സേഫ് ആയിട്ടുള്ള പ്ലേസിലോട്ട് മൂവ് ചെയ്യുന്നതും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി മെഡിക്കൽ കെയർ. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഇനിഷ്യൽ കെയർ ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി. അപ്പോൾ ഏതൊരു പരിക്കിനും ഒരു അസുഖത്തിനും ഉള്ള വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ കെയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രൊവിഷനാണ്. ഇറ്റ് ഈസ് യൂഷ്വലി പെർഫോംഡ് ബൈ നോൺ എക്സ്പെർട്ട് ബട്ട് ട്രെയിൻഡ് പേഴ്സണൽ ടു എ സിക്ക് ഓർ ഇഞ്ചേർഡ് പേഴ്സൺ അൻറ്റിൽ ഡെഫിനിറ്റീവ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി ആക്സസ്ഡ്. അപ്പോൾ ഇത് സാധാരണയായിട്ടും ഒരു നോൺ എക്സ്പെർട്ടാണ് ചെയ്തു വരുന്നത്. എന്നാൽ ഒരു രോഗിയോ പരിക്കേറ്റവരോ ആയ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള വൈദ്യസഹായം പ്രൊവൈഡ് ചെയ്യാൻ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരായിരിക്കും. എമർജൻസി മെഡിക്കൽ കെയർ ഈസ് immediate paramedic attention to severe wounds and the rapid transportation of the ill or injured to health facility. അപ്പോൾ ഏതൊരു സിവിയർ ആയിട്ടുള്ള വൂണ്ടിനും നമ്മൾ ആദ്യമേ തന്നെ ഒരു മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യണം, എന്നിട്ട് ആ വ്യക്തിയെ ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലോട്ട് മാറ്റണം. ഇവാക്വേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം ആൻ ഏരിയ അറ്റ് റിസ്ക് ടു എ സേഫർ പ്ലേസ്. അപ്പോൾ ഒരു റിസ്ക് ഉള്ളൊരു ഏരിയയിൽ നിന്നും ഒരു സേഫർ പ്ലേസിലോട്ട് നമ്മളുടെ ആളുകളുടെ ഒരുമിച്ചുള്ള മൂവ്മെൻറ്റിനെയാണ് ഇവാക്വേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഇവാക്വേഷൻ. പ്രീകോഷണറി ഇവാക്വേഷൻ ബിഫോർ ഡിസാസ്റ്റർ. അപ്പോൾ ഡിസാസ്റ്ററിന് മുന്നേയുള്ള പ്രിക്കോഷണറി ഇവാക്വേഷൻ. പ്രൊട്ടക്റ്റീവ് ഇവാക്വേഷൻ ആഫ്റ്റർ ഡിസാസ്റ്റർ. ദുരന്തം കഴിഞ്ഞിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഇവാക്വേഷൻ ഫോർ റീകൺസ്ട്രക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ഇവാക്വേഷൻ. Evacuation services provided during evacuations include registration,
assistance with financial and legal queries, water, food, clothing, rest areas, blankets and personal items, ഇൻ്റർപ്രറ്റർ സർവീസസ്. ഇൻ്റർപ്രറ്റർ സർവീസസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പോക്കൺ വേർഡ്സിനെ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രൊഫഷണൽ ഇൻ്റർപ്രറ്ററിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസിസ്റ്റൻസ് ഇൻ കോൺടാക്റ്റിംഗ് ഫാമിലി ഓർ ഫ്രണ്ട്സ്, സർവീസസ് ഫോർ ആനിമൽസ്, എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഫസ്റ്റ് എയ്ഡ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. SOPs are the set of standard procedures that operationalize the disaster response and or contingency plans. ഇപ്പോൾ നമ്മളുടെ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാനിനെ പ്രവർത്തനക്ഷമമാക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സിനാണ് SOPs എന്ന് പറയുന്നത്. ദ SOPs സെറ്റ് ഔട്ട് വാട്ട് ഷുഡ് ബി ഡൺ, ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് വാട്ട് ആൻഡ് സ്പെസിഫൈസ് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദികൾ ആരാണ്, പിന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ സ്പെസിഫൈ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ SOPs നിർദ്ദേശിക്കുന്നത്. SOPs ടേക്ക് കോഗ്നിസൻസ് ഓഫ് 4 സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ്: ഡ്യൂറിങ് നോർമൽ ടൈംസ്, അലർട്ട് ഓർ വാർണിംഗ്, ആൻഡ് ഡ്യൂറിങ് ഡിസാസ്റ്റർ റിഹാബിലിറ്റേഷൻ. ഡ്യൂറിങ് നോർമൽ ടൈംസ്, formulate and distribute disaster preparedness plans and conduct drills in all areas. അപ്പോൾ നമ്മളുടെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻസ് രൂപപ്പെടുത്തുകയും അതുപോലെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. പ്രൊഡ്യൂസ് മാപ്സ് ഓഫ് വാർഡ്സ് ഓർ വില്ലേജ് ട്രാക്ട്സ് ഷോയിങ് ഏരിയാസ് മോസ്റ്റ് വൾണറബിൾ ടു സ്റ്റോംസ്, ഫ്ലഡ്സ് ആൻഡ് അതർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മളുടെ സ്റ്റോംസും ഫ്ലഡ്സും മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയാസിൻ്റെ മാപ്സ് പ്രിപ്പയർ ചെയ്യുന്നു. മേക്ക് എ ലിസ്റ്റ് ഓഫ് വെഹിക്കിൾസ് ആൻഡ് മോട്ടോർ ബോട്ട്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എമർജൻസി വർക്ക്. അപ്പോൾ എമർജൻസി വർക്കിന് ആവശ്യമായിട്ടുള്ള വെഹിക്കിൾസിൻ്റെയും മോട്ടോർ ബോട്ട്സിൻ്റെയും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. കമ്പൈൽ എ ലിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് പീപ്പിൾ സ്ട്രെങ്ത് ദാറ്റ് വിൽ ടേക്ക് പാർട്ട് ഇൻ റിലീഫ് ഓപ്പറേഷൻ ദ പ്രീ ഡിസാസ്റ്റർ, ഡിസാസ്റ്റർ ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ പീരീഡ്സ് ആൻഡ് ഡെസിഗ്നേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫോർ കോൺടാക്ട്. അപ്പോൾ നമ്മളുടെ ഡിസാസ്റ്ററിന് മുന്നും ഡിസാസ്റ്ററിൻ്റെ സമയത്തും ഡിസാസ്റ്ററിന് ശേഷവും റിലീഫ് ഓപ്പറേഷൻസിൽ പങ്കെടുക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിലെയും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിലെയും അതുപോലെ തന്നെ പീപ്പിൾ സ്ട്രെങ്തിലെ മെമ്പേഴ്സിൻ്റെയും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഒബ്റ്റെയിൻ ബിഫോർ ഹാൻഡ് ദ റിക്വയർഡ് റിലീഫ് ആൻഡ് എയ്ഡ് സപ്ലൈസ്. അപ്പോൾ നേരത്തെ തന്നെ ആവശ്യമായിട്ടുള്ള റിലീഫും അതുപോലെ തന്നെ എയ്ഡ് സപ്ലൈസും ഒബ്റ്റെയിൻ ചെയ്യുക. ഫോം ദ നെസസറി ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് കമ്മിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ. ആവശ്യമായിട്ടുള്ള ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് കമ്മിറ്റീസും ഓർഗനൈസേഷൻസും ഫോം ചെയ്യുക. ക്രിയേറ്റ് ഷെൽട്ടേഴ്സ് ആൻഡ് സേഫ് ലൊക്കേഷൻസ് ഫോർ യൂസ് ഡ്യൂറിങ് ഡിസാസ്റ്റർ ഡിപ്പെൻഡിങ് ഓൺ ലോക്കൽ കണ്ടീഷൻ. ലോക്കൽ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിസാസ്റ്ററിൻ്റെ സമയത്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന ഷെൽട്ടേഴ്സും സേഫ് ലൊക്കേഷൻസും ക്രിയേറ്റ് ചെയ്യുക. Conduct educational talks on natural disasters and rehearse periodically for the local community depending on local conditions, and coordinate with departments concerned to form security services, auxiliary fire brigades, communication agencies and Red Cross societies. അപ്പോൾ നമ്മളുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയുള്ള എഡ്യൂക്കേഷണൽ ടോക്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. പ്രൊവൈഡ് ഓർഗനൈസേഷൻ ആൻഡ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. ഓർഗനൈസിങ്ങും പിന്നെ ട്രെയിനിങ് ആക്ടിവിറ്റീസും എല്ലാം പ്രൊവൈഡ് ചെയ്യുക. Alert or warning stage. Emphasize the dissemination of news obtained through early warning systems to the community. അപ്പോൾ നമ്മളുടെ early warning systems വഴി ലഭിക്കുന്ന ന്യൂസ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുക. Assign duties to administrative bodies and NGOs to fly warning flags as part of the disaster preparedness program in the vulnerable areas of the ward or village tract. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള ഏരിയാസിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനും അതുപോലെ തന്നെ NGOസിനും ഡ്യൂട്ടീസ് എല്ലാം അസൈൻ ചെയ്യുക. അലർട്ട് ആൻഡ് മൊബിലൈസ് മെമ്പേഴ്സ് ഓഫ് ദ സെക്യൂരിറ്റി സർവീസസ്, ഓക്സിലറി ഫയർ ബ്രിഗേഡ്, കമ്മ്യൂണിക്കേഷൻ ഏജൻസീസ്, ദ റെഡ് ക്രോസ് യൂത്ത് മെമ്പേഴ്സ് ഓഫ് പീപ്പിൾ സ്ട്രെങ്ത് ആൻഡ് NGOs. അപ്പോൾ നമ്മളുടെ സെക്യൂരിറ്റി സർവീസസിലെയും അതുപോലെ തന്നെ ഓക്സിലറി ഫയർ ബ്രിഗേഡിലെയും കമ്മ്യൂണിക്കേഷൻ ഏജൻസീസിലെയും റെഡ് ക്രോസിലെയും പിന്നെ നമ്മുടെ പീപ്പിൾ സ്ട്രെങ്തിലെ മെമ്പേഴ്സിനും NGOസിനും അലർട്ട് ചെയ്യിക്കുകയും അവരെ മൊബിലൈസ് ചെയ്യിക്കുകയും ചെയ്യുക.
മേക്ക് ദി നെസസറി അറേഞ്ച്മെൻറ്റ്സ് ടു ഇവാക്വേറ്റ് ദ പബ്ലിക് ടു സേഫ് ലൊക്കേഷൻസ് ഇൻ എ ടൈംലി മാനർ. സമയോചിതമായിട്ട് നമ്മളുടെ പബ്ലിക്കിനെ സേഫ് ലൊക്കേഷൻസിലോട്ട് മാറ്റാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. ഇൻക്രീസ് സെക്യൂരിറ്റി സെൻട്രീസ് ആസ് റിക്വയർഡ്. അപ്പോൾ വേണ്ടത്ര സുരക്ഷാ കാവൽക്കാരുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുക. എൻഷുർ ദാറ്റ് ഓൾ ലെവൽസ് ഓഫ് സൂപ്പർവൈസേഴ്സ് ഹാവ് ഓൾ ടീംസ് റെഡി ഫോർ അസൈൻഡ് ഡ്യൂട്ടീസ്. നിയുക്ത ചുമതലകൾക്കായി എല്ലാ തരത്തിലുള്ള സൂപ്പർവൈസർമാരും അവരുടെ ടീമും തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക. കീപ് ദ ഓഫീസ് ഓപ്പറേഷണൽ 24 hours എ ഡേ ഇൻ ദ എമർജൻസി പീരീഡ്. അപ്പോൾ നമ്മളുടെ എമർജൻസി പീരീഡിൽ 24 മണിക്കൂറും നമ്മളുടെ ഓഫീസ് പ്രവർത്തനക്ഷമമാക്കാൻ നോക്കുക. During disaster stage, alert the community in areas that the natural disaster is likely to strike. അപ്പോൾ നമ്മളുടെ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയാസിലുള്ള കമ്മ്യൂണിറ്റീസിനെ ജാഗ്രതരാക്കുക. സേഫ് ഗാർഡ് ദ റോഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് റൂട്ട്സ്. കീപ് റിലീഫ് ആൻഡ് മെഡിക്കൽ ടീംസ് അറ്റ് ദ റെഡി ആൻഡ് അറേഞ്ച് ട്രാൻസ്പോർട്ട് ടു അഫക്റ്റഡ് ഏരിയാസ് അറ്റ് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ നമ്മളുടെ റിലീഫ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ടീംസിനെ റെഡിയാക്കുക. അതുപോലെ തന്നെ അഫക്റ്റഡ് ഏരിയാസിൽ നിന്നുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ അറേഞ്ച് ചെയ്യുക. വാട്ടർ ട്രാൻസ്പോർട്ട് റൂട്ട്സും റോഡുമെല്ലാം സേഫ് ഗാർഡ് ചെയ്യുക. ഇവാക്വേറ്റ് ദ കമ്മ്യൂണിറ്റി ഫ്രം വൾണറബിൾ ഏരിയാസ് ടു സേഫ് ലൊക്കേഷൻസ് ഓർ ഡെസിഗ്നേറ്റഡ് ഷെൽട്ടേഴ്സ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അപ്പോൾ നമ്മളുടെ ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയാസിൽ നിന്ന് നമ്മളുടെ ആളുകളെ സേഫായിട്ടുള്ള ലൊക്കേഷൻസിലോട്ട് മാറ്റി പാർപ്പിക്കുക. ഓപ്പറേറ്റ് റിലീഫ് ക്യാമ്പ്സ് ആൻഡ് സൂപ്പർവൈസറി സെൻറ്റേഴ്സ് അറ്റ് ഡെസിഗ്നേറ്റഡ് ഷെൽട്ടേഴ്സ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അപ്പോൾ സൂപ്പർവൈസറി സെൻറ്റേഴ്സും അതുപോലെ തന്നെ റിലീഫ് ക്യാമ്പ്സും ഓപ്പറേറ്റ് ചെയ്യുക. എൻഷുർ ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സണൽ ആൻഡ് NGOs in areas vulnerable to storms give disaster warnings door to door as matter of urgency. ഇപ്പോൾ നമ്മളുടെ സ്റ്റോംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയാസിൽ ഡിസാസ്റ്റർ വാർണിങ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സൺസിനും അതുപോലെ തന്നെ NGOസിനും കഴിയണം. കീപ് അവൈലബിൾ റിലീഫ് ആൻഡ് എയ്ഡ് സപ്ലൈസ് അറ്റ് ദ റെഡി ടു ലോഞ്ച് റിലീഫ് ഓപ്പറേഷൻസ് ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി. നമ്മളുടെ റിലീഫ് ഓപ്പറേഷൻസ് ക്വിക്കും എഫക്റ്റീവും ആക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിലീഫും അതുപോലെ തന്നെ എയ്ഡ് സപ്ലൈസും കീപ്പ് ചെയ്യുക. ഇവാക്വേറ്റ് ദ പബ്ലിക് റിമൈനിങ് ഇൻ ദ ഏരിയ ടു ഡെസിഗ്നേറ്റഡ് സേഫ് ലൊക്കേഷൻസ്. നമ്മളുടെ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയാസിലുള്ള ആളുകളുടെ സേഫായിട്ട് ലൊക്കേഷൻസിലോട്ട് മാറ്റി പാർപ്പിക്കുക. മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു ഇവാക്വേറ്റ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് കാറ്റിൽ ടു ഡെസിഗ്നേറ്റഡ് ലൊക്കേഷൻസ്. അപ്പോൾ നമ്മളുടെ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ കാറ്റിൽസിനെയൊക്കെ ഡെസിഗ്നേറ്റഡ് ലൊക്കേഷൻസിലോട്ട് മാറ്റി പാർപ്പിക്കുക. എൻഷുർ ദ ഡിസിപ്ലിൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓർഡേഴ്സ് റിസീവ്ഡ് ഫ്രം ദ coordinating agencies and subcommittees with the help of members of the security services, fire brigade, Red Cross youth members and members of people strength, social organizations and NGOs. നമ്മുടെ സെക്യൂരിറ്റി സർവീസസിലെയും ഫയർ ബ്രിഗേഡിലെയും റെഡ് ക്രോസ് യൂത്ത് മെമ്പേഴ്സിലെയും അതുപോലെ പീപ്പിൾ സ്ട്രെങ്ത്തിലെയും സോഷ്യൽ ഓർഗനൈസേഷനിലെയും NGOസിലെയും മെമ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടി കോർഡിനേറ്റിംഗ് ഏജൻസീസിൽ നിന്നും സബ് കമ്മിറ്റീസിൽ നിന്നും ലഭിച്ച ഉത്തരവുകൾ നന്നായി അച്ചടക്കത്തോടെ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. റീഹാബിലിറ്റേഷൻ സ്റ്റേജ്. Conduct field inspection in affected areas as soon as possible and provide the necessary assistance and support. കഴിയുന്നത്ര വേഗത്തിൽ നമ്മളുടെ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയാസിൽ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സഹായവും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക. സബ്മിറ്റ് ഇമ്മീഡിയറ്റ് പ്രിലിമിനറി റിപ്പോർട്ട്സ് വിത്ത് പോപ്പുലേഷൻ ഫിഗേഴ്സ്, ഡെത്ത് ആൻഡ് ഇഞ്ചുറി ഫിഗേഴ്സ് ഓഫ് കാറ്റിൽസ് ആൻഡ് ആനിമൽസ്, ഡേറ്റ ഓൺ സോഷ്യോ എക്കണോമിക് ലോസസ് ആൻഡ് ക്യാരി ഔട്ട് ഫർദർ സിസ്റ്റമാറ്റിക് ഡാറ്റ കളക്ഷൻ. നമ്മളുടെ കാറ്റിൽസിൻ്റെ അനിമൽസിൻ്റെയും ഡെത്തും ഇഞ്ചുറി ഫിഗേഴ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ലോസസിൻ്റെ ഡേറ്റയും വെച്ചിട്ട് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ചിട്ടയായ വിവരശേഖരണം നടത്തുകയും ചെയ്യണം. മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ പ്രൊട്ടക്ഷൻ ടു ഡിസാസ്റ്റർ വിക്ടിംസ്. അപ്പോൾ ഡിസാസ്റ്റർ അഫക്റ്റഡ് വിക്ടിംസിന് ഹെൽത്ത് കെയറും അതുപോലെ തന്നെ സോഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തുക. ക്ലിയർ കൊളാപ്സ്ഡ് ബിൽഡിങ്സ് ആൻഡ് ട്രീസ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അപ്പോൾ നമ്മളുടെ കൊളാപ്സ് ആയിട്ടുള്ള ബിൽഡിങ്സും ട്രീസും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക.
Prioritize the restoration of transportation, electricity and water supply and telephone and telegraph services as soon as possible. കഴിയുന്നത്ര വേഗത്തിൽ നമ്മളുടെ ഇലക്ട്രിസിറ്റിയും വാട്ടർ സപ്ലൈയും ടെലിഫോണും ടെലിഗ്രാഫ് സർവീസസും വീണ്ടെടുക്കുക. Make arrangements as quickly as possible to reclaim contaminated wells and ponds for access to clean water and dig new wells for drinking water. അപ്പോൾ ക്ലീൻ വാട്ടറിന് വേണ്ടിയിട്ട് നമ്മളുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെൽസും പോൺസും വീണ്ടെടുക്കുകയും അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പുതിയ കിണറുകൾ കുഴിക്കുകയും ചെയ്യണം. Make arrangements to bury or cremate the remains of disaster casualties and animal carcasses. അപ്പോൾ നമ്മളുടെ ഡിസാസ്റ്ററിൽ മരിച്ച ആളുകളുടെയും അതുപോലെ തന്നെ അനിമൽസിൻ്റെയും ശവശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. മാനേജ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി യൂട്ടിലൈസ് ഡിസാസ്റ്റർ ഫണ്ട്സ് ആൻഡ് സപ്ലൈസ് ആസ് വെൽ ആസ് ക്യാഷ് ആൻഡ് സപ്ലൈസ് ഡൊണേറ്റഡ് ബൈ വെൽ വിഷേഴ്സ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ആൻഡ് NGOs. അപ്പോൾ നമ്മളുടെ ഡിസാസ്റ്റർ ഫണ്ട്സും സപ്ലൈസും അതുപോലെ തന്നെ NGOസും സോഷ്യൽ ഓർഗനൈസേഷൻസും വെൽ വിഷേഴ്സും ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷും സപ്ലൈസും എല്ലാം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. Support the local population for the resumption and recovery of economic activities to previous conditions. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് കണ്ടീഷനിലോട്ട് നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ റിസംഷനും റിക്കവറിക്കും വേണ്ടിയിട്ട് ലോക്കൽ പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യുക. റിലീഫ് എയ്ഡ്. This relates to any provision of assistance during an emergency that is meant to attend a person's immediate requirements for survival or recovery. അപ്പോൾ ഒരാളുടെ സർവൈവലിന് അല്ലെങ്കിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അസിസ്റ്റൻസിനെയാണ് ഇതിൽ റിലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ഇൻക്ലൂഡ് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ് ആൻഡ് മെഡിക്കൽ കെയർ, നെസസറി സോഷ്യൽ സർവീസസ് ആൻഡ് സെക്യൂരിറ്റി വെൻ എ പേഴ്സൺ ഈസ് ഫേസ്ഡ് വിത്ത് സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് ഹെർ ഓർ ഹിസ് കൺട്രോൾ. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, മെഡിക്കൽ കെയർ ഇതൊക്കെയാണ്. Relief aid must be targeted at the most vulnerable first: vulnerable children or orphans, female or child-headed households, pregnant or lactating women, sick or elderly population. അപ്പോൾ നമ്മളുടെ റിലീഫ് എയ്ഡ് നമുക്ക് ആദ്യം ടാർഗറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഡിസാസ്റ്റർ അഫക്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസും അതുപോലെ തന്നെ ഓർഫൻസും പിന്നെ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ഫീമെയിൽ അല്ലെങ്കിൽ ചൈൽഡ്, pregnant or lactating women, sick or elderly population. Coordination and communication. Meetings. Plan to hold a regular meeting with movement partners to determine activities and roles. അപ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസും റോൾസും ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മീറ്റിംഗ്സ് പ്ലാൻ ചെയ്യുക. ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ്. ഇൻഫർമേഷൻ ഷെയറിംഗ് ഓൺ ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആൻഡ് നീഡ്സ് ത്രൂ ഇൻപുട്ട് ഇൻറ്റു DMIS. അപ്പോൾ നമ്മളുടെ ഡിസാസ്റ്റർ ഇമ്പാക്റ്റിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ മീൻസ് plan for continuous information communication flow, movement coordination frameworks, plan for strategic and operational coordination. Partnership agreements. Identifying existing agreements and determine additional agreements needed to meet needs. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള അഗ്രിമെൻറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുകയും ചെയ്യണം. Accurate and comprehensive information is often a requisite, without which response operations would be difficult. കൃത്യവും സമഗ്രവുമായിട്ടുള്ള വിവരങ്ങൾ പലപ്പോഴും ആവശ്യമാണ്, അതില്ലാതെ പ്രതികരണ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. The setting of emergency operation centers is essential for the effective management of information. അപ്പോൾ ഇൻഫർമേഷൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എമർജൻസി ഓപ്പറേഷൻ സെൻറ്റേഴ്സിൻ്റെ സെറ്റിംഗ് ഔട്ട് എന്ന് വെച്ചാൽ എസെൻഷ്യലാണ്. EOCs ensure that information is correctly processed according to the proven cycle of acquisition of information. വിവരങ്ങളുടെ ഏറ്റെടുക്കൽ, ഇൻഫർമേഷൻ അസസ്മെൻറ്റ്, ഇൻഫർമേഷൻ്റെ വിലയിരുത്തൽ, ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കൽ, ഡിസെമിനേഷൻ ഓഫ് ഡിസിഷൻസ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ്റെ ഇൻഫർമേഷൻ്റെയും ഡിസെമിനേഷൻ. Psychosocial support. Impact on psychosocial well-being can be both short term and long term. അപ്പോൾ നമ്മളുടെ സൈക്കോസോഷ്യൽ വെൽബീയിങ്ങിൻ്റെ ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ആയിരിക്കും. സൈക്കോളജിക്കൽ സർവീസസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ റെസ്പോണ്ടിങ് ടു ക്രൈസിസ് ദാറ്റ് ഇൻവോൾവ് ലാർജ് പോപ്പുലേഷൻ. അപ്പോൾ നമ്മളുടെ ക്രൈസിസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് നമ്മളുടെ സൈക്കോളജിക്കൽ സർവീസസ് ഒരു ക്രൂഷ്യൽ റോളാണ് പ്ലേ ചെയ്യുന്നത്. ദേ ഹെൽപ്പ് ഇൻ ദ റിക്കവറി പ്രോസസ് ആൻഡ് റെഡ്യൂസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്.
ഇത് നമ്മളുടെ റിക്കവറി പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആക്ടിവിറ്റീസ് include identifying referring individuals requiring specialist support through professional mental health services. അപ്പോൾ നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും റിഫർ ചെയ്യുകയും ചെയ്യുന്നു. പബ്ലിക് ഹെൽത്ത് സർവീസസ്. The relevance of medical services is most often felt in when there are മെഡിക്കൽ സർവീസസിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഇനി പറയുന്നവയിലാണ്. Deaths, injuries, loss of clean water, shelter, sanitation, routine hygiene, disruption of solid waste management, public concern for safety, increased pest and vectors, damage to healthcare system, worsening of chronic illness, toxic or hazardous exposure, loss of food supply, standing surface water. The public health services required in responding to disaster include mass casualty management, mental health, environmental health, reproductive health, managing and continuation of existing health services, managing and continuation of medication and chronically affected diseases, management of the dead and missing, emergency feeding, communicable disease surveillance and response, sanitation. Thank you.